കേരള ചരിത്രത്തിൽ ആദ്യമായി കേരള നിയമസഭയിൽ 3 BJP MLA മാർ സ്ഥാനം ഏൽക്കുകയായി. ഇതുവരെ കേന്ദ്ര സർക്കാരിനെ, മോദി സർക്കാരിനെ ഏകപക്ഷീയമായി വിമർശിച്ചിരുന്നിടത്ത് ഉത്തരം പറയാൻ റെഡിയായി 3 MLA മാർ BJPക്കുണ്ട്. ചില നാടകീയ സംഭവങ്ങൾക്കും ചില ആരോപണങ്ങൾക്കുമൊക്കെ വ്യക്തമായി മറുപടി പറയുകയാണ് 3 MLA മാരും. തിരുവനന്തപുരത്ത് സംസ്ഥാന BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ്റെ അധ്യക്ഷതയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങളാണ് 3 MLA മാരും. ഗോപകുമാർ, മുരളീധരൻ, രാജീവ് ചന്ദ്രശേഖർ എന്നിവർ മാധ്യമങ്ങളെ കാണുന്നു. വിശദമായ വാർത്തയിലേക്ക്. ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് പാർട്ടിയുടെ ബഹുമാനനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ, അതോടൊപ്പം തന്നെ മുൻ സംസ്ഥാന അധ്യക്ഷനും MLA-യുമായിട്ടുള്ള ശ്രീ B. മുരളീധരൻ, MLA-യും BJPയുടെ ലെജിസ്ലേറ്റീവ് പാർട്ടി ലീഡറുമായിട്ടുള്ള ശ്രീ B. ഗോപകുമാർ, പാർട്ടിയുടെ തിരുവനന്തപുരം സിറ്റി ജില്ലാ പ്രസിഡന്റ് ശ്രീ കരമന ജയൻ, അതോടൊപ്പം തന്നെ പാർട്ടിയിലേക്ക് ബിജു, അദ്ദേഹവും ഈ ഇതിൽ പങ്കെടുക്കുന്നു. ആദ്യം ശ്രീ B. ഗോപകുമാർ ഈ പത്രസമ്മേളനത്തിൽ സംസാരിക്കും. പ്രിയ മാധ്യമ സുഹൃത്തുക്കളെ, നിയമസഭാ സമ്മേളനത്തിന്റെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള ചർച്ച നടക്കുക. തികച്ചും പൊള്ളയായ വാഗ്ദാനങ്ങൾ മാത്രം പറയുന്ന ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. നാളെ നിയമസഭയിൽ കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥയെ സംബന്ധിച്ച് ധവളപത്രം ഇറക്കുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. 2 മാസം മുമ്പ് കേരളത്തിന്റെ നിയമസഭയിൽ പൂച്ചപെറ്റ ഖജനാവാണ് കേരളത്തിലുള്ളത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. പക്ഷേ നന്ദി പ്രമേയത്തെ സംബന്ധിച്ച് ഒരുപാട് വാഗ്ദാനങ്ങൾ, ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി നിൽക്കുന്ന ഒരു സർക്കാർ ഇത്രയധികം വാഗ്ദാനങ്ങൾ എങ്ങനെ പാലിക്കപ്പെടും എന്നുള്ളതാണ് BJP പ്രധാനമായും ഉന്നയിക്കപ്പെടുന്നത്. ഞങ്ങൾ നിയമസഭയിൽ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. 2 മുന്നണിയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാണ് കേരളത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെ സംബന്ധിച്ച്. നാളിതുവരെ ഈ സംസ്ഥാനം ഭരിച്ചിട്ടുള്ളത് ഈ 2 മുന്നണികളുമാണ്. അതുകൊണ്ട് തന്നെ കേരളം ഇന്നത്തെ അവസ്ഥയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ, ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും ക്ഷേമ പ്രവർത്തനങ്ങളുടെ കുറവിലേക്കും ഈ സംസ്ഥാനം പോയിട്ടുണ്ടെങ്കിൽ അതിന് ഏക ഉത്തരവാദി ഈ 2 മുന്നണികളും മാത്രമാണ്. മാത്രമല്ല, കേരള നിയമസഭയിൽ ഈ 137 പേരും ഒരിടത്തും 3 പേർ വേറിട്ട ശബ്ദവുമായിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ നിയമസഭ പോയിട്ടുള്ളത്. നിയമസഭയ്ക്കകത്തവർ ഏറ്റവും അധികം ഭയപ്പെടുന്നത് സംഘപരിവാർ പ്രസ്ഥാനം. ഇന്നും പ്രസംഗിച്ചവർ ആവർത്തിച്ച് പറയുന്നത് സംഘപരിവാർ പ്രസ്ഥാനം. അങ്ങോട്ടും ഇങ്ങോട്ടും ഇരു മുന്നണിയും ആരോപണം ഉന്നയിക്കുക. ഇവർ 2 കൂട്ടരും ഞങ്ങളുമായി സഹകരിച്ചിട്ടുണ്ട്. അവരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം ഉന്നയിക്കുന്നത്. മറിച്ച് ഈ സംസ്ഥാനത്തിന്റെ അടിസ്ഥാനപരമായ ജനകീയ വിഷയങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യാനോ അവയ്ക്ക് പരിഹാരം കണ്ടെത്താനോ കഴിയാതെ ഇത്തരത്തിൽ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായിട്ടാണ് കേരള നിയമസഭ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് കേരളത്തിന്റെ നിലപാടുകൾ എന്താണ്, കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് എന്നെ സംബന്ധിച്ച് ചോദ്യം ഞങ്ങൾ ചോദിച്ചിട്ടുള്ളത്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കുറിച്ച് പറയുന്നത്, ഞാനിത് നിയമസഭയിൽ ഇത് പറഞ്ഞു, നിലപാടുകളുടെ രാജകുമാരൻ എന്നാണ് UDF അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. നിലപാടുകളുടെ രാജകുമാരനാണെങ്കിൽ ഇന്നലകളിൽ പ്രതിപക്ഷത്തിരുന്നപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഭരണപക്ഷത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ നിലപാടെന്ത്? ഏറ്റവും പ്രധാനം അവർ ഉന്നയിച്ചത് ശബരിമല വിഷയമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ആ ശബരിമല വിഷയത്തിൽ അവർ പാടിയ ഈരടികളെല്ലാം നമുക്കറിയാം. ആ ശബരിമല വിഷയത്തെ സംബന്ധിച്ച് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒരു വാചകം പോലും പറഞ്ഞിട്ടില്ല.
ശബരിമല വിഷയത്തിന്റെ യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്താൻ CBI അന്വേഷണം വേണമെന്നാണ് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ VD സതീശൻ പത്രസമ്മേളനത്തിലും കേരളത്തിലെ നിയമസഭയ്ക്കകത്തും ആവശ്യമുന്നയിച്ചത്. അതിനെക്കുറിച്ച് എന്തുകൊണ്ട് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒരു വരി പോലും ഉൾപ്പെടുത്തിയില്ല? അപ്പോൾ ഇത് ഇവർ തമ്മിലുള്ള ഒരു ഡീൽ തന്നെയാണ്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഒരു ആരോപണം ഉന്നയിക്കുക, ഭരണപക്ഷത്ത് വരുമ്പോൾ ആ ആരോപണത്തെ സംബന്ധിച്ച് ഒരു അന്വേഷണവും നടത്താതിരിക്കുക. ഒരുപാട് കോടാനുകോടി ഭക്തജനങ്ങളുടെ മനസ്സിനെ വേദനിപ്പിച്ച സംഭവമാണ്. കേരളത്തിൽ മാത്രമല്ല, ലോകത്തെമ്പാടുമുള്ള അയ്യപ്പ വിശ്വാസികൾ, ഭക്തജനങ്ങൾ ഈ കൊള്ളയുടെ നിജസ്ഥിതി എന്താണെന്ന് അറിയാൻ താല്പര്യപ്പെടുക. എന്താണ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ UDF ഗവൺമെന്റിന്റെ നിലപാട്? ആ നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട്. അഴിമതിയെ സംബന്ധിച്ച് നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചിട്ടുള്ള നന്ദി പ്രമേയത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന IMRL അടക്കമുള്ള വിഷയത്തെ സംബന്ധിച്ച്, CMR അടക്കമുള്ള വിഷയത്തെ സംബന്ധിച്ച് എന്താണ് ഈ ഗവൺമെന്റിന്റെ നിലപാട്? ഞങ്ങൾ മുന്നോട്ട് നിയമസഭയിൽ ചോദിച്ചിട്ടുണ്ട്. അതിന്റെ ഗൗരവകരമായ ഒരു വിഷയം, കേരളത്തിൽ നിന്നല്ല ഒരു ഇടതുപക്ഷത്തിന്റെ രാജ്യസഭാ അംഗം ഈ അഴിമതിയെ സംബന്ധിച്ച് 182 കോടി രൂപയുടെ അഴിമതി കഴിഞ്ഞ 15 വർഷക്കാലമായി ഇത്തരത്തിൽ നടത്തിയിട്ടുണ്ട്. അതിൽ ഉന്നതരായ രാഷ്ട്രീയ നേതാക്കന്മാർക്ക്, ഭരണകക്ഷിയിലെ ചില മന്ത്രിമാർക്ക് വരെ ബന്ധമുണ്ട് എന്ന തരത്തിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അവരെ അടക്കം കണ്ടുപിടിക്കാൻ ഇവരുടെ മുഖ്യമന്ത്രിയുടെ നിലപാട്, ആ നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട്. നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിൽ അത് എങ്ങനെ നടപ്പിലാക്കും? ഇതടക്കമുള്ള വിഷയങ്ങളാണ് കേരളത്തിലെ ജനപക്ഷത്ത് നിന്നുകൊണ്ട് ഞങ്ങൾ 3 പേരും ഈ കേരള നിയമസഭയിൽ ഉന്നയിക്കുന്നത്. ഒരു ഗവൺമെന്റ് തുടങ്ങിയതേ ഉള്ളൂ. ഞങ്ങൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്, ക്രിയാത്മകമായ പ്രതിപക്ഷമായി തന്നെ ഞങ്ങൾ പ്രവർത്തിക്കും. മോദിജിയുടെ സർക്കാർ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള പദ്ധതികൾ പോലും ഈ സംസ്ഥാനത്ത് അട്ടിമറിക്കപ്പെടുക. സാമ്പത്തികമെല്ലാം കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കണം, ഞങ്ങൾ ഭരിക്കാം. ഇതാണ് 2 മുന്നണിയും ഇന്നലെയും ഇന്നുമായി നടന്ന ചർച്ചയിൽ അവരുടെ ഒരു പൊതു ആവശ്യം. ഈ സംസ്ഥാനത്തിന്റെ തനത് വരുമാനം എങ്ങനെ വർദ്ധിപ്പിക്കാം, ഇവർ പ്രഖ്യാപിക്കപ്പെട്ടുള്ള പദ്ധതികൾ എങ്ങനെ നടപ്പിലാക്കാം, അതിനെങ്ങനെ സാമ്പത്തികം കണ്ടെത്താം, ഇതിനെ സംബന്ധിച്ച് ഒരു ആലോചനയും ഇല്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു നയപ്രഖ്യാപന പ്രസംഗം. ഇപ്പൊ ബഡ്ജറ്റ് 19-ാം തീയതി അവതരിപ്പിക്കുന്നുണ്ട്. ഇന്നലകളിൽ പൂച്ചപറ്റ ഖജനാവാണ് എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് കുറെ ദിവസം കൊണ്ട് ഇത് സമ്പന്നമായ ഖജനാവായി എങ്ങനെ മാറിയെന്നും കൂടി പറയണ്ടേ ഇത്രയും പദ്ധതികൾ നടപ്പിലാക്കണമെന്ന്. അപ്പോൾ ജനങ്ങളോട് നീതി പുലർത്തി ഇന്നലകളിൽ പറഞ്ഞ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നതടക്കം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു നിയമസഭാ സെക്ഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീ ഗോപകുമാർജി സൂചിപ്പിച്ചതുപോലെ കേരള നിയമസഭയുടെ 16-ാം നിയമസഭയുടെ ആദ്യ സമ്മേളനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 16-ാം കേരള നിയമസഭ കഴിഞ്ഞ കാല സഭകളിൽ നിന്ന് ഏറെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ കാലങ്ങളിൽ സ്വന്തം വീഴ്ചകൾ മറച്ചു പിടിക്കാൻ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന സമീപനമാണ് സഭയിൽ ഉണ്ടായിരുന്നത്. ആ കാര്യത്തിൽ ഇവർ രണ്ടുപേരും പരസ്പരം സഹകരിക്കുന്ന നിലപാടാണ് ഉണ്ടായിരുന്നത്. LDF ഭരിച്ചിരുന്ന കാലത്ത് പിണറായി വിജയൻ സർക്കാർ അവരുടെ വീഴ്ചകൾ മറച്ചു പിടിക്കാൻ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തിയപ്പോൾ വസ്തുതകൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ആ കാലത്ത് UDF തയ്യാറായിരുന്നില്ല. ഇന്നിപ്പോ പുതിയ സഭയിലും അതേ സമീപനം തുടരാൻ ഉള്ള അവരുടെ ശ്രമങ്ങൾ, ആ ശ്രമങ്ങൾ നടപ്പിലാവാത്ത ഒരു സ്ഥിതി ഭാരതീയ ജനതാ പാർട്ടി നിയമസഭയിൽ അംഗങ്ങളായതോടുകൂടി ഉണ്ടായിരിക്കുകയാണ്. ഞങ്ങൾ 3 പേര് നിയമസഭയിൽ എത്തിയതോടുകൂടി
ഏകപക്ഷീയമായി കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന, കേന്ദ്ര സർക്കാരിന്റെ തലയിൽ എല്ലാ വീഴ്ചകളുടെയും ഉത്തരവാദിത്തം കെട്ടിവെച്ച് സ്വയം രക്ഷപ്പെടുന്ന പതിവ് സമീപനം, ആ പതിവ് സമീപനം സാധ്യമല്ലാത്ത സ്ഥിതിയാണ്. മാത്രമല്ല, ഇന്ത്യയുടെ പാരമ്പര്യത്തെയും സ്വാതന്ത്ര്യ സമരത്തെയും അടക്കം അപഹസിക്കുന്ന സമീപനം, വന്ദേ മാതരത്തെയും ഭാരത് മാതാവിനെയും അപഹസിക്കുന്ന സമീപനം, ആ സമീപനങ്ങൾ ഇനി കേരളത്തിന്റെ നിയമസഭയിൽ മറുപടിയില്ലാത്ത രീതിയിൽ പോകുന്ന ഒരു സ്ഥിതി, ആ സ്ഥിതി അവസാനിച്ചിരിക്കുകയാണ്. ഇന്നും ഇടതുപക്ഷത്തിന്റെ ഒരു അംഗം ഇന്നലെ ഞാൻ നടത്തിയ പരാമർശത്തിന് മറുപടിയായിട്ട് കൊണ്ടുവന്നത് 1913 മറ്റു ചരിത്രമാണ്. എന്നിട്ട് പറഞ്ഞത് ഇവരുടെ പാർട്ടിയുടെ നേതാവ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഒരു കാര്യം ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത കാര്യമാണ്, 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിനോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്ത സമീപനം, ആദ്യം സാമ്രാജ്യത്തിന്റെ യുദ്ധമാണെന്ന് പറഞ്ഞു, അതിനുശേഷം ആ ബ്രിട്ടീഷുകാരെ സഹായിക്കുന്ന സമീപനം സ്വീകരിച്ചു എന്നുള്ളതൊരു വസ്തുതയാണ്. സുഭാഷ് ചന്ദ്രബോസിനെ ഏത് തരത്തിലുള്ള അധിക്ഷേപ വാക്കുകൾ ഉപയോഗിച്ചാണ് ഇവർ വിശേഷിപ്പിച്ചത് എന്നും ചരിത്രമാണ്. 1947 ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷവും ഇന്ത്യക്ക് വാസ്തവത്തിൽ സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടോ എന്ന് സംശയിച്ചവരായിരുന്നു ആ കാലത്തെ കമ്മ്യൂണിസ്റ്റുകാർ. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് സഭയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം, ആ സാഹചര്യം ഭാരതീയ ജനതാ പാർട്ടിയുടെ 3 അംഗങ്ങൾ ഉണ്ടായതോടുകൂടി കേരളത്തിന്റെ നിയമസഭയിൽ പുതിയൊരു അധ്യായം തുറക്കപ്പെട്ടിരിക്കുകയാണ്. മറ്റൊരു വാർത്തയുമായി നമുക്ക് വേഗം കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗുഡ് ലക്ക്.